ഒറ്റപ്പെട്ട പരിഹാര മാർഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആകാമെങ്കിലും നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഇതൊരു വലിയ സിസ്റ്റം തകരാറിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട്. ഒന്നാമത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. സംസ്ഥാന GDP 1.2% ആരോഗ്യത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയത്തില്ല. അപ്പൊ പൈസ തന്നെ ഗവൺമെന്റ് കമ്മിറ്റ് ചെയ്തിട്ടില്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതിനകത്ത് ഉപയോഗത്തിന് വരുന്ന ഇഫക്റ്റീവ്നെസിന്റെ പ്രശ്നങ്ങളും ചോർച്ചയൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ ഈ സത്യം പറഞ്ഞതിനകത്ത് മന്ത്രിയെ പിൻ പോയിന്റ് കുറ്റം പറഞ്ഞ അർത്ഥമില്ല. പക്ഷെ അവരുടെ ഒരു കഴിവിന്റെ പരിമിതിയും കൂടെയാണ്. ഒരു മന്ത്രി വിചാരിച്ചാൽ അവരുടെ ബജറ്റിൽ ആരോഗ്യത്തിന് കൂടുതൽ പൈസ കൊണ്ടുവരാൻ മന്ത്രിക്ക് കഴിയണം. അപ്പൊ അത് കഴിയാത്തൊരു പരാജയമുണ്ട്. പിന്നെ ഉള്ളത് വെച്ച് പരിഹരിക്കുമ്പോൾ ഇതാണ് അവിടെ ഇവിടെ എത്താതെ വരും. അപ്പൊ പല വിഷയങ്ങളാണ്. ഒന്ന് ഇപ്പൊ അമേബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ പോലും നമ്മുടെ അത് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യം. ഒന്ന് പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിലും പറഞ്ഞിരുന്നു. ഇത് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇതുവരെ ഒരു 500 കേസുകളാണ് ലോകത്ത്. ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഓസ്ട്രേലിയയിൽ പോലും ഇതുവരെ 60 വർഷത്തിനിടയിൽ 20 കേസേ വന്നിട്ടുള്ളൂ. അമേരിക്കയിൽ കൊണ്ട് 150 കേസിൽ അത്രേ വന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഈ വർഷം തന്നെ 68 കേസ് വന്നിരിക്കും. എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമുക്കറിഞ്ഞുകൂടാ. ഇപ്പൊ കോവിഡ് വന്നതുപോലെയാണ്. തുടക്കത്തിൽ ആർക്കും അറിയില്ല. പക്ഷെ ഇത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. നമുക്ക് കേരളത്തിൽ മാത്രം ശരിയാണ് ഒരു പക്ഷേ അധിക റിപ്പോർട്ടിംഗ് കാരണം കുറച്ച് കേസുകൾ വരുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ സംവിധാനം പണ്ടേ മെച്ചപ്പെട്ടതായതുകൊണ്ടും സമർത്ഥരായ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും ഒക്കെ ഉള്ളതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ കണ്ടുപിടിക്കപ്പെടാം. പക്ഷെ ഇതിനേക്കാൾ സംവിധാനങ്ങളുള്ള ഈ അസുഖം ആദ്യമായി കണ്ട ഓസ്ട്രേലിയയിൽ പോലും ഇവർ 20 കേസേ വന്നിട്ടുള്ളൂ. അമേരിക്കയിൽ ഇത്രയും വർഷങ്ങളിൽ 150 കേസേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് 200-ൽ പരം കേസുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഈ വർഷം തന്നെ 200 എന്തായാലും ഈ വർഷം തന്നെ 68 കേസായി. ഇതിന് കാരണം നമ്മൾ അന്വേഷിക്കണം. അപ്പൊ അതിന് ഗവേഷണം വേണം. അത് നമ്മൾ പാർട്ടി ഓഫീസിൽ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനകത്ത് ഗവേഷണത്തിന് നമുക്ക് പറ്റില്ലെങ്കിൽ അതിന് കഴിവുള്ള ഏജൻസികൾ നമുക്ക് ആളുകൾ വിളിച്ച് അവർ സ്വന്തത്തോടെ ഇങ്ങോട്ട് വരും. ലോകാരോഗ്യ സംഘടന ഓഫീസ് ഡൽഹി തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാണ് പ്രശ്നമായത്. 2 കേസുകളെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ 17-18 എന്നൊക്കെ പറയുന്നത് ഇപ്പൊ 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മളുണ്ടാക്കിയ ഇമേജിന്റെ തടവറയിലാണ്. നമ്മളിവിടെ എല്ലാം ഭദ്രമെന്ന് പറഞ്ഞു പോയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒളിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഒരു കുട്ടിക്ക് സ്കൂളിലൊരിക്കൽ 10 കിട്ടിയത് കാരണം പിന്നെ എക്കാലം 10 എന്ന് പറയുകയും അവനൊരു വിഷയത്തിൽ തോറ്റാൽ ആരോടും പറയാതിരിക്കുകയും കഴിഞ്ഞാൽ വിദ്യാർത്ഥി പരാജയപ്പെട്ടു ആത്യന്തികമായിട്ട്. ആ ഒരു പ്രശ്നം കേരളത്തിലുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ മസ്തിഷ്ക ജ്വരം വന്നത് മന്ത്രിയുടെ കുഴപ്പമോ സർക്കാരിന്റെ കുഴപ്പമോ ഒരു കുഞ്ഞിയുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതിരിക്കുന്നതും അതിന് പരിഹാര മാർഗങ്ങൾ തേടാത്തതും സർക്കാരിന്റെ കുഴപ്പമാണ്. ആരോഗ്യമന്ത്രി ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അമീബയാണെന്നോ ഒക്കെ പറയുന്നതൊക്കെ വളരെ നിലവാരം കുറഞ്ഞ തരം ചർച്ചകൾ. അങ്ങനത്തെ ചർച്ചകളിലേക്ക് പോകരുത്. മന്ത്രിമാരാണ് മാറുന്നത്. ആരോഗ്യവകുപ്പ് എക്കാലം നിലനിൽക്കുന്നതാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ തൊട്ടുള്ള ആരോഗ്യവകുപ്പ് ഇവിടെ ഉണ്ട്. കേരളമായതിനു ശേഷമുള്ള ആരോഗ്യവകുപ്പുണ്ട്. അത് തുടർച്ചയാണ്. അത് ആരോഗ്യമന്ത്രിമാരില്ലാത്ത ഗവർണർ ഭരണകാലത്ത് ഇവിടെ ആരോഗ്യവകുപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. മന്ത്രി അതിനകത്ത് ഇന്നോവേറ്റബിൾ ആളെയല്ല. മന്ത്രിമാർ തൽക്കാലത്തേക്ക് ഒരു പ്രോജക്റ്റ് പോലെ 5 വർഷത്തേക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അപ്പൊ അവർ ആരോഗ്യവകുപ്പിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ് വേണ്ട. ആ പ്രവർത്തനത്തിൽ പരാജയം പറ്റിയിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ പോലും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എനിക്കറിയാം. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് അഡീഷണൽ ഡയറക്ടർമാർ വാ തുറക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. സർക്കാരിന്റെ ഇമേജ് പോയി ഇലക്ഷൻ വരികയാണ്. അമീബിയാസിസ് നമ്മുടെ അമീബിക് മെനിഞ്ചൈറ്റിസ് വരുമ്പോ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണ് പ്രശ്നം. ആ കാരണം പുറത്തു പറയാതിരിക്കുമ്പോൾ നാണക്കേടായി. ഇപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ നാണക്കേടായി. അപ്പൊ അത് നമ്മുടെ തലച്ചോറിനെ തിന്നുന്ന അമീബയാണ്. ആലോചിച്ച് നോക്കണം. അത്ര നിസ്സാര കാര്യമല്ല. പക്ഷെ അതിലും കേരളത്തിൽ മരണനിരക്ക് കുറച്ച് കുറവുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഉപയോഗമുള്ള അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് അതിനെപ്പറ്റിയുള്ള ഗവേഷണം നടത്തണം. ഇത് നടക്കുന്നില്ല. എപ്പിഡമിയോളജി എന്നൊക്കെ പറയും. നമ്മൾ രോഗത്തിന്റെ മറ്റു വിശദാംശങ്ങൾ അന്വേഷിക്കുന്ന വലിയ വലിയ എക്സ്പേർട്സ് കേരളത്തിൽ തന്നെ ഉണ്ട്. അഖിലേന്ത്യാ അല്ലെങ്കിൽ ആഗോള പ്രശസ്തികൾ അവരാരും ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. മന്ത്രി ഓഫീസ് 2-3 ഒരു സ്ഥിരം പ്രസ്താവന ഇറക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന്റെ അപ്പുറത്തൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഒരു സർക്കാരുകൾക്ക് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ചില നടപടികളുണ്ട്. അത് നടന്നു പോകുന്നുണ്ട്. അത് കാരണം 50,000-ൽ പരം ആരോഗ്യ പ്രവർത്തകരുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അത് നടക്കുന്നില്ല. അപ്പൊ അത് അവിടെ പാളിച്ചുണ്ട്. പിന്നെ ആശുപത്രിയിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ദിവസവും സംഭവിക്കുന്നതാണ്. ഇപ്പൊ മന്ത്രി ഇടപെട്ട് അത് നമ്മുടെ ഒരു ഡോക്ടർ പ്രശ്നമാക്കിയത് കൊണ്ടാണ് അത് തൽക്കാലം പരിഹരിക്കപ്പെട്ടത്. പക്ഷെ എല്ലായിടത്തെ അവസ്ഥ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ വലിയ ആശുപത്രി 100 വർഷത്തിലധികം പഴക്കമുള്ള ആശുപത്രിയാണ്. അവിടെയും ഉപകരണങ്ങൾ വെളിയിലേക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നം നിൽക്കുകയാണ്. അതൊരു മന്ത്രി ഈ ഗവൺമെന്റ് അവസാന കാലത്ത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോലും
നടപടികളുണ്ടാകണം. പിന്നെ ചെയ്യേണ്ട, എനിക്ക് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറയാനുള്ളത് പ്രശ്നം അംഗീകരിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.